ലിറ്റൂസ് ടാരോ 1111ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ 2024 അവസാനം കുറച്ച് ദിവസങ്ങളിലെ നിങ്ങളുടെ ലൈഫിലേക്ക് എന്ത് ബ്ലെസ്സിങ്സ് ആണ് വരാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ലൈഫിന്റെ പൊതുവെ എല്ലാ ഏരിയയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ജനറൽ ആയിട്ട് എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ കരിയറിൽ, ഫിനാൻസിൽ ഒക്കെ എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് വരാനായിട്ട് പോകുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. മെയിലോ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാവുന്നതാണ്. ഇതില് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ട് എങ്കിൽ, ഇതിൽ പറയുന്ന ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് അറിയിക്കാൻ മറക്കരുത്. ഓക്കെ ഓക്കെ നമുക്ക് അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. അപ്പൊ നിങ്ങളുടെ ഈ ഒരു വർഷത്തെ ഇനിയുള്ള അവസാന ഈ ഒരു കുറച്ച് ദിവസത്തേക്കുള്ള ജനറൽ ബ്ലെസ്സിങ്സ് ആയിട്ട് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് 3 ഓഫ് വാൻഡ്സ്, 5 ഓഫ് പെന്റക്കിൾസ്, 8 ഓഫ് സോർഡ്സ് ആൻഡ് നൈറ്റ് ഓഫ് സോർഡ്സ്. ഇത്രയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാ തരത്തിലും, അത് റിലേഷൻഷിപ്പിലായാലും, കരിയറിലായാലും, ഫിനാൻസിലായാലും, ബിസിനസ്സിലായാലും, അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്തിലായാലും എല്ലാം ധാരാളം ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് കാണുന്നു. ആ ഒരു അവസരങ്ങള് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബ്രോഡൻ ആക്കും, വിപുലീകരിക്കാനൊക്കെ കഴിയുന്നുണ്ട്. വളരെയധികം പ്രോഗ്രസ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും, നിങ്ങളുടെ കരിയറിലാണെങ്കിലും, നിങ്ങളുടെ ഹെൽത്തിലാണെങ്കിലും ഒക്കെ ഒരു പ്രോഗ്രസ് ഉണ്ടാവുന്നതായിട്ട്, ഒരു ഡെവലപ്മെന്റ്സ് ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. പല ആളുകൾക്കും ഒരു വിദേശ യാത്രയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ളൊരു അവസരം വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ദൂര യാത്ര, ഒരു ലോങ് ജേണി ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും ഒന്നിച്ച്, ഇത് നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിനെ കാണാനായിട്ട് കഴിയുന്നു. നിങ്ങളുടെ പാർട്ട്ണർ ഒന്നിച്ച് നിങ്ങൾക്ക് യാത്ര ചെയ്യാനായിട്ട് കഴിയുന്നു. ചിലർക്കൊക്കെ ഈ ഒരു ലോങ് ജേണി അല്ലെങ്കിൽ ഒരു വിദേശ യാത്ര എന്നൊക്കെ പറയുന്നത് ഒരു ഹോളിഡേ ട്രിപ്പ് ആയിട്ടാണ് കാണുന്നത്. ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ അവരുടെ ബിസിനസ് ട്രിപ്പായിട്ട് ഇത് കാണുന്നുണ്ട്. ബിസിനസ് വിപുലീകരിക്കാനുള്ള ഒരു അവസരം വരുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ബിസിനസ് കുറച്ചുകൂടി ഗ്ലോബലി എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ട്, ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ ആയിട്ട് അവർക്ക് കഴിയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ട്രിപ്പുകൾ, അതുമായി ബന്ധപ്പെട്ട വിദേശ യാത്രകളെല്ലാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക്, വിദേശത്തേക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ കാര്യങ്ങൾ റെഡിയായി വരുന്നതായിട്ട് കാണുന്നു. കൂടാതെ നിങ്ങൾക്ക് മൊത്തത്തിൽ നിങ്ങൾക്കൊരു വലിയൊരു പ്ലാനിങ് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ആ പ്ലാനിങ് നിങ്ങളുടെ ബിസിനസ്സിലായിരിക്കാം, നിങ്ങളുടെ കരിയറിലായിരിക്കാം. ആ ഒരു പ്ലാനിങ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതിനൊരു ഗ്രോത്ത് വരുന്നതായിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും, നിങ്ങളുടെ ബിസിനസ്സിലായാലും, നിങ്ങളുടെ കരിയറിലായാലും ഒക്കെ ഒരു ഗ്രോത്ത്, ഒരു പ്രോഗ്രസ് വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ധാരാളം അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പലർക്കും ഒരു വിദേശ യാത്ര ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾക്ക്, വിദേശത്തൊരു ജോലി നോക്കാൻ കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിനെന്തെങ്കിലും തടസ്സങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട്, ഒരു ഹെൽപ്പ് ലഭിക്കുന്നതായിട്ടൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു പുറത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നേടിയെടുക്കാനായിട്ട് ഒരു യാത്ര നടക്കുന്നതായിട്ടൊക്കെ കാണുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഫിനാൻസിലായാലും, ഇപ്പോൾ ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് പുറത്തു നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് ലഭിക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കുന്നതായിട്ട്, കൂടുതലായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ചില വ്യക്തികൾക്കൊക്കെ ഒരു ചാരിറ്റി ചെയ്യാനുള്ള ഒരു അവസരം, അതായത് നിങ്ങൾ കുറച്ചുകൂടി ജനറസ് ആവുന്നതായിട്ട്, കുറച്ചുകൂടി കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു അവസരം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും, അതുപോലെ തന്നെ ഡൊണേഷൻസ് നിങ്ങൾ കൊടുക്കുന്നതായിട്ടും എല്ലാം കാണാൻ കഴിയുന്നു.
അതുപോലെ ചില ആളുകൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ഹെൽപ്പ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അഡ്വൈസ് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ നോളേജ് വർദ്ധിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരാളുടെ ഹെൽപ്പ് ലഭിക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും ഈക്വൽ ആയിട്ടുള്ള ഒരു ഗീവ് ആൻഡ് ടേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ബോസിന്റെ ഒരു സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട്, നിങ്ങളുടെ ആ ഒരു കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ബോസിന്റെ ഒരു സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട് കാണുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ കീഴിലുള്ള ആളുകളോട്, അതുപോലെ തന്നെ നിങ്ങളുടെ ടീമിലുള്ള ആളുകളോട് വളരെ ജനറസ് ആയിട്ട് പെരുമാറുന്നു. ഈക്വൽ ആയിട്ടുള്ള ഒരു ഗീവ് ആൻഡ് ടേക്ക് നിങ്ങളും നിങ്ങളുടെ ആ ടീമും തമ്മിൽ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയുള്ള ഒരു ടീം വർക്കായിട്ട് അത് മുന്നോട്ട് പോകാനും അതിലൊരു ഡെവലപ്മെന്റ് വരുന്നതൊക്കെ ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട്, കുറച്ച് നാളുകളായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ രോഗങ്ങൾ ഭേദപ്പെടാനും അതിന് നിങ്ങൾക്ക് വേണ്ട ഒരു കൃത്യമായിട്ടുള്ള ഒരു മെഡിക്കൽ അഡ്വൈസ് കിട്ടുന്നുണ്ട്. ആ ഒരു മെഡിക്കൽ അഡ്വൈസിലൂടെ കൂടെ കൃത്യമായ ഒരു ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് ലഭിക്കുകയും അതിലൂടെ നിങ്ങളുടെ ആ ഒരു സ്റ്റേജ് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ കഴിയുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ തുടക്കം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത് ഒരു പ്ലാനിങ് തന്നെയാണ്. ധാരാളം ഓപ്പർച്യൂണിറ്റീസ് വരുന്നു എന്ന് പറഞ്ഞു. ആ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി, ഇന്റലക്ച്വലി നിങ്ങൾക്ക് അതിൽ മനസ്സിലാക്കി ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു പ്ലാനിങ്ങിൽ നിങ്ങൾ ഇത്രയും നാളും ആലോചിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ ബിസിനസിന്റെ ഇംപ്രൂവ്മെന്റ് ആയിരിക്കാം, നിങ്ങളുടെ പഠനത്തിന്റെ ഇമ്പ്രൂവ്മെന്റ് ആയിരിക്കാം, നിങ്ങളുടെ കരിയറിലുള്ള ഇമ്പ്രൂവ്മെന്റ് ആയിരിക്കാം, റിലേഷൻഷിപ്പിലുള്ള ഇമ്പ്രൂവ്മെന്റ് ആയിരിക്കാം. അപ്പൊ ഇതിലൊക്കെ ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഇരുന്ന ആളുകൾക്ക് അതിലൊരു മെന്റൽ ക്ലാരിറ്റി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു മെന്റൽ ക്ലാരിറ്റിയിലൂടെ ഇത് നിങ്ങളുടെ ഒരു ബ്രേക്ക് ത്രൂ ആയിട്ട്, ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്രേക്ക് ത്രൂ ആയിട്ട് മാറാനായിട്ട് പോകുന്നുണ്ട്. ആ ഒരു പ്ലാനിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് ഇന്റലക്ച്വലി നിങ്ങൾ തിങ്ക് ചെയ്തുകൊണ്ട് ഒരു സക്സസ് നിങ്ങളിലേക്ക് വരുന്നു. ചില വ്യക്തികൾക്ക് അവരുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹെൽത്തിൽ ഒരു അഡ്വൈസ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് സർജറി ആവശ്യമുള്ള ആളുകൾക്ക് സർജറി നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹെൽത്തിൽ കുറച്ചുകൂടെ കൂടുതൽ കെയർ വേണ്ട ആളുകൾ കൂടുതൽ കെയർ നിങ്ങൾ എടുക്കുക തന്നെ വേണം എന്നാണ് ഈ കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്കൊരു പ്രൊമോഷൻ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ഈ ഒരു തുടക്കം വരുന്നത് മാത്രമല്ല, ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് മാത്രമല്ല, വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാനും കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇമോഷണലി തിങ്ക് ചെയ്യാതെ വളരെ ലോജിക്കലി അല്ലെങ്കിൽ ഇന്റലക്ച്വലി തിങ്ക് ചെയ്തിട്ടാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ അത് ഇത്രയും നാൾ നിങ്ങളൊരു പ്ലാൻ ചെയ്ത് ആ ഒരു പ്ലാനിങ് കൃത്യമായി മുന്നോട്ട് പോയി അതിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു ആക്ഷൻ ആലോചിച്ച് വെറുതെ സമയം കളയുന്നതല്ല കാണുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. അത് നിങ്ങളുടെ ബിസിനസിന്റെ ഗ്രോത്ത് ആയിരിക്കാം, അതുപോലെ തന്നെ നിങ്ങളുടെ ഫിനാൻസിലുള്ള ഒരു ഗ്രോത്ത്, അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറിൽ, അങ്ങനെയെല്ലാം നിങ്ങൾ എടുക്കുന്ന ആ ഒരു പുതിയ തീരുമാനവുമായിട്ട് അല്ലെങ്കിൽ പുതിയൊരു ഓപ്പർച്യൂണിറ്റീസുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടും സക്സസ് ആവുന്നതായിട്ടുമാണ് കാണുന്നത്. ചില ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ തീരുമാനിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുടെ നിർബന്ധപ്രകാരമൊക്കെ ചിലപ്പോൾ നമുക്ക് ചില ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇമോഷണലി തീരുമാനങ്ങൾ എടുക്കാതെ കുറച്ചുകൂടെ നിങ്ങൾ ലോജിക്കലി തിങ്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ, ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷനിൽ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ടോ എന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് കൃത്യമായിട്ടൊരു ഡിസിഷൻ നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഇതിലേക്ക് പറയാനുള്ളത്. അപ്പൊ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഒരു പുതിയ തീരുമാനവുമായിട്ട് വളരെയധികം അംബീഷ്യസ് ആയിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് കാണുന്നത്. അതിൽ നിന്ന് നിങ്ങൾ കുറച്ചുകൂടെ ബോൾഡ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നു.
അതുപോലെ അതിന് പല ചാലഞ്ചസും എല്ലാം വരാം. ആ ചാലഞ്ചസിന് എല്ലാം ഓവർകം ചെയ്യാനുള്ള ആ ഒരു കറേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു കറേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതോടെ വളരെ ബോൾഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു ഡിസിഷനുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇനി നമ്മളുടെ റിലേഷൻഷിപ്പിലേക്ക് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ മനോഹരമായിട്ടുള്ള ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു ടുഗദർനെസ് എന്ന് പറയുന്നത് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ടുഗദർനെസ് ആണ് ആവാൻ പോകുന്നത്. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ടൈമാണ് ആയിട്ടുണ്ട്. നിങ്ങളുടെ ഡിവൈൻ ടൈം ആയിരിക്കുന്നു എന്നാണ് പറയാൻ കഴിയുന്നത്. ആ ഡിവൈൻ ടൈമിങ്ങിൽ ഏഞ്ചൽസിന്റെ എല്ലാ അനുഗ്രഹത്തോടു കൂടെയും നിങ്ങൾക്ക് വളരെ ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോവാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് സിംഗിൾസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾസിന് അവരുടെ ലൈഫിലേക്ക് ഒരു പുതിയൊരു വ്യക്തി വരുന്നുണ്ട്. ആ ഒരു പുതിയ വ്യക്തി എന്ന് പറയുന്നത് അവർക്ക് ഈക്വൽ ആയിട്ടുള്ള ടൈമും അതുപോലെ തന്നെ എഫേർട്ടും എല്ലാം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇന്റലക്ച്വലി ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് കഴിയും. അതായത് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു ഇന്റലക്ച്വൽ ലെവലൊക്കെ നിങ്ങളുമായി ഏറെക്കുറെ ഒരേ ടൈപ്പാണ്. അതായത് നമ്മൾ ഒരേ വേവ് ലെങ്തിലുള്ള ആളുകൾ എന്ന് പറയുമല്ലോ, അങ്ങനെ നിങ്ങളുടെ ഒരേ വേവ് ലെങ്തിൽ പെട്ടിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ആ റിലേഷൻഷിപ്പുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതുമായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിലവിൽ റിലേഷൻഷിപ്പിലായിരിക്കുന്ന വ്യക്തികൾക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു നിങ്ങളുടെ ഫാമിലിയും ഒന്നിച്ച് കുട്ടികളും ഒന്നിച്ച് വളരെ സന്തോഷത്തോടു കൂടെ വളരെ ഇമോഷണലി ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. യൂണിവേഴ്സിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങൾ തമ്മിൽ ഈക്വൽ ആയിട്ടുള്ള ഒരു ഗീവ് ആൻഡ് ടേക്ക് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവരൊന്നിച്ച് യാത്രകൾ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അവര് നിങ്ങൾക്ക് ഈക്വൽ ആയിട്ടുള്ള ടൈമും അതുപോലെ തന്നെ എഫേർട്ടും എല്ലാം തരുന്നതായിട്ട് കാണുന്നു. നിങ്ങളോട് വളരെയധികം ജനറസ് ആയിട്ട് അവര് പെരുമാറുന്നതായിട്ട് എല്ലാം കാണുന്നു. അപ്പൊ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ കരിയറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കരിയറിന്റെ ഫിനാൻസിലേക്ക് കുറച്ചുകൂടെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കരിയറിൽ നിങ്ങൾക്ക് കുറച്ചധികം ചാലഞ്ചസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ചില വ്യക്തികൾക്കൊക്കെ അവരുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ കരിയറിൽ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച ജോലി ലഭിക്കാത്തതായിരിക്കാം, അല്ലെങ്കിൽ അവര് ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു പ്രൊമോഷൻ ലഭിക്കാത്തതായിരിക്കാം, അല്ലെങ്കിൽ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് നടക്കാത്തതായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിൽ വളരെയധികം വിഷമിച്ചു കൊണ്ടിരുന്ന ആളുകൾക്ക് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറാണ് നമുക്കിവിടെ കാണുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ നഷ്ടങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്ത് വളരെയധികം വിഷമത്തോടെ ഇരുന്ന ആളുകള് അതിൽ നിന്നും മാറി ചിന്തിച്ച് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇനിയും ബാക്കിയുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്ന് നിങ്ങൾക്ക് റിയലൈസേഷൻ കിട്ടാനാണ് പോകുന്നത്. വളരെ വലിയൊരു കാര്യമാണ്. നഷ്ടങ്ങൾ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കാതെ അവിടെ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ആ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മറ്റ് സൗഭാഗ്യങ്ങളെ നിങ്ങൾ തിരിച്ചറിയുകയും അതിലൂടെ അത് മനസ്സിലാക്കി അതൊരു അവസരമാക്കി എടുത്ത് അതിൽ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കുറച്ചുകൂടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇംപ്രൂവ് ആവുന്നു. നിങ്ങളൊരു ലീഡറായിട്ട് മാറുന്നു. ലീഡർ എന്നുള്ള ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ മാറുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതായിരിക്കാം. അപ്പോ അതുപോലെ നിങ്ങളുടെ കീഴില് കുറെ ആളുകൾ ഉണ്ടാവുന്നതായിട്ട്, അല്ലെങ്കിൽ ഒരു ടീം നിങ്ങൾ ലീഡ് ചെയ്യുന്ന ഒരു ടീം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ഈ ഒരു തകർച്ചയിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് വളരെയധികം ഇൻസ്പയറിംഗ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ന ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു മാറ്റം, അല്ലെങ്കിൽ അത്രയും തകർന്ന അവസ്ഥയിൽ നിന്ന്
അത്രയും സ്റ്റേബിൾ ആയിട്ടുള്ള അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് മാറുന്നത് കണ്ടിട്ട് അത് കണ്ട് വളരെയധികം ആളുകൾ ഇൻസ്പയർ ആവുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ധാരാളം ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഒരു ഹെവി വർക്ക് ലോഡ് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ അത് നിങ്ങളുടെ ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു വർക്കാണ്. അപ്പോൾ ആ ഒരു വർക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അതിന്റെ ഒരു കൃത്യമായ ആ ഒരു എഫേർട്ടിനുള്ള ഒരു ഫലം നിങ്ങൾക്ക് അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ഒരു ടൈം എന്ന് പറയുന്നത് കൂടുതൽ വർക്ക് ചെയ്യേണ്ട ഒരു ടൈമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറിലാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ഒരു പൊസിഷൻ, നിങ്ങൾക്കൊരു പ്രൊമോഷൻ വരുന്നു, അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു ഭാരിച്ച ജോലി അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ കൂടുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളൊന്ന് സ്റ്റക്ക് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാത്ത ഒരു അവസ്ഥ വരാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ ഓവർകം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഒന്ന് നിങ്ങൾ സ്റ്റക്കായി പോകുമെങ്കിലും ആ ഒരു സ്റ്റക്നെസ് എന്ന് പറയുന്നത് ഒരു ഇല്യൂഷൻ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് നമ്മൾ സ്വയം നമ്മളുടെ ഒരു പേടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റക്നെസ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് നിങ്ങൾ സ്വയം പുറത്തേക്ക് വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെ നിങ്ങൾ പുറത്തേക്ക് വരുന്നതായും നിങ്ങൾക്ക് വളരെയധികം സക്സസ് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോ മൊത്തത്തിൽ നിങ്ങളുടെ ഈ 2024 ഈ അവസാനത്തെ ദിവസങ്ങളുടെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം മൊത്തത്തിൽ നിങ്ങൾക്ക് വളരെയധികം പ്രോഗ്രസ് വരുന്നു. അതുപോലെ ഈക്വൽ ആയിട്ടുള്ള ഒരു ഗീവ് ആൻഡ് ടേക്ക് അല്ലെങ്കിൽ ഒരു ജനറസ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ അവസരങ്ങൾ വരുന്നു, പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നു, പുതിയ തിങ്കിങ് പ്രോസസ്സ് അല്ലെങ്കിൽ പുതിയ ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നു. ആ പുതിയ ഡിസിഷനുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും അതിലൊരു സക്സസ് ഉണ്ടാവുന്നതൊക്കെ ആയിട്ടാണ് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക. നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ഫോഴ്സ്ഫുള്ളി അട്രാക്ട് ചെയ്യാതിരിക്കുക. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിരിക്കാം. നമുക്ക് ഒരു അടുത്ത റീഡിങ്ങിൽ കാണാം.